അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് കേരളം വിട നൽകുകയാണ്. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും. അമല ആശുപത്രിയിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം ഉള്ളത്. കേരളം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിട നൽകുകയാണ് പി ജയചന്ദ്രന്. അവിടെ നിന്നും അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴത്തേക്കാണ് വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുവരിക? അതിനായി അവിടെയുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, അഭിലാഷ്, ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജമാണ്. ഏകദേശം അരമണിക്കൂറിനകം തന്നെ ഇത്തരത്തിൽ പൂങ്കുന്നത്തെ വസതിയിലേക്കായി അമല ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം പൂങ്കുന്നത്തെ വീട്ടിലായിരിക്കും 2 മണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും സംഗീത നാടക അക്കാദമിയിലേക്ക് പൊതുദർശനം എത്തിക്കുക. 10 മുതൽ 12:30 വരെ സമയമാണ് അവിടെ ഒഴുക്കിയിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും പൂങ്കുന്നത്തെ വസതിയിലേക്ക് പോകും. നാളെയാണ് തേങ്ങമംഗലത്തെ ഈ വസതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിനോടകം തന്നെ ക്രമീകരിച്ചിട്ടുള്ള സമയക്രമം ഒക്കെയായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു പുലരിയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായ പി ജയചന്ദ്രൻ്റെ മരണ വാർത്ത ഇന്ന് പലരും അറിഞ്ഞു വരികയാണ്. പലരെയും, എല്ലാ തലമുറകളെയും ഒരുപോലെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി. പി ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സുകളിലേക്ക് എല്ലാ തലമുറകളെയും ഒരുപോലെ സ്വാധീനിക്കുന്നു. അത് ശബ്ദ വ്യത്യാസമില്ലാതെ ആ യൗവനത്തിൻ്റെ ആ ഒരു ശബ്ദമാണ് നമ്മളെപ്പോഴും, എന്നെയൊക്കെ അത്രമേൽ വ്യക്തിപരമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പി ജയചന്ദ്രൻ്റെ ഗാനങ്ങളെന്ന് പറയുന്നത്. കാരണം ഒറ്റപ്പെട്ട എത്രയോ രാത്രികളിൽ, അസ്വസ്ഥമായ യൗവന കലഹങ്ങളിൽ, ഈ സങ്കടവും മൗനവും ഒക്കെ ഇങ്ങനെ വിങ്ങി മുറുകുന്ന നേരങ്ങളിൽ നമ്മുടെ ഈ ഗാനത്തിൻ്റെ ഈ ശബ്ദം നമ്മളെങ്ങനെ അലിയിച്ച് കളയും. അത്തരത്തിലൊരു ശബ്ദമായിരുന്നു പി ജയചന്ദ്രൻ്റേത് എന്നുള്ളത് തന്നെയാണ്. തലമുറകൾ വ്യത്യാസമില്ലാതെ തന്നെ ഏവരെയും സ്വാധീനിക്കുന്ന ആ ഒരു ശബ്ദം, അത് കാലത്തിനും അതീതമായി തന്നെ അവശേഷിക്കുന്ന കലാകാരന്മാർ തന്നെയാണ്. അതിൽ ഒരാൾ കൂടിയാണ് പി ജയചന്ദ്രൻ എന്ന് പറയുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ഈ ശബ്ദം ഇങ്ങനെ കാലത്തിനും അതീതമായി തന്നെ സഞ്ചരിച്ചു കൊണ്ട് നിൽക്കും, അവശേഷിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടുത്തെ അമല ആശുപത്രിയിലെ ഈ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി മലയാളിയെ സംബന്ധിച്ചോ അങ്ങനെ ഒരു കണക്ട് പി ജയചന്ദ്രനുമായിട്ടുണ്ട്. എന്നിലെ ഏകാഗിയോട് സംസാരിച്ച, അല്ലെങ്കിൽ എൻ്റെ ഏകാന്തമായ രാത്രികളിൽ എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ശബ്ദം എന്ന് ഓരോരുത്തർക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ജയചന്ദ്രൻ്റെ സംഗീതത്തിൻ്റെ, ജയചന്ദ്രൻ്റെ പാട്ടുകളുടെ പ്രത്യേകത.